ആരോപണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ആയുസില്ല. എല്ലാം ഒത്തുകളി കേസുകൾ, ലാവലിന് സമാനമെന്ന് ജനങ്ങൾ. ഇടതു സർക്കാരിൻ്റെ ആദ്യ ഭരണത്തിലും തുടർ ഭരണത്തിലും ആരോപണങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന അന്വേഷണങ്ങളുടെയും ഘോഷയാത്രയായിരുന്നു. ഒന്നിനും തീരുമാനമാകാതെ ആവിയായി പോകുന്നു. കുറേയൊക്കെ ഒത്തുകളിയുടെ ഭാഗമാണെന്നും ഭരണകക്ഷിയും പ്രതിപക്ഷവും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം കണ്ടുമടുത്ത് ജനങ്ങൾ വാർത്തകളുടെ പുറകെ പോകാതായി. ഇടതു സർക്കാരും BJP കേന്ദ്ര സർക്കാരും ശത്രുക്കളാണെന്ന് വരുത്തി തീർത്ത് വോട്ട് വാങ്ങി ജനങ്ങളെ പറ്റിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ താമര വിരിഞ്ഞത്. പൂരം കലക്കിയതും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ഒത്തുകളിയുടെയും ഭാഗമാണെന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയത്. കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി പ്രതിജ്ഞയെടുത്ത് പറഞ്ഞിരുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന്. അത് ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് മനസ്സിലായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് പോലും മുഖ്യമന്ത്രി പിണറായിയും CPM നേതാക്കളും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. എല്ലാം അന്വേഷണങ്ങളുമായി രൂപപ്പെട്ട് പരസ്പര രഹസ്യധാരണയുടെ ഭാഗമാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. പ്രതിപക്ഷവും ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ ഒറ്റയ്ക്ക് പോയി കണ്ടത് ചൂണ്ടിക്കാട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കരിവന്നൂർ ബാങ്ക് അടക്കം CMRL കേസുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയായിരുന്നു. ഇതാ ഇപ്പോൾ എല്ലാവരെയും പിടിച്ച് അകത്താക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തി താമര വിരിയിക്കാനുള്ള ഗൂഢനീക്കവും ചാണക്യ തന്ത്രവുമായിരുന്നു എന്ന് പിന്നീട് ആണ് മനസ്സിലാവുന്നത്. ഇതെല്ലാം പുറത്തു വരാൻ തുടങ്ങിയെങ്കിലും നേരത്തെ ധാരണ ഉറപ്പാക്കി കഴിഞ്ഞു. 2 സീറ്റുകൾ CPMഉം BJPയും ഒപ്പം പങ്കുവച്ചു. തൃശ്ശൂരും ആലത്തൂരും കരസ്ഥമാക്കി. മരുന്നിന് ഒന്നെങ്കിലും വേണ്ടേ എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രി കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് റോഡ് ഷോ നടത്തുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് എല്ലാ അഴിമതികളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായാണ് ബന്ധപ്പെട്ടാണ് നടന്നതെന്നും പലതവണ പറഞ്ഞു. ആരോപണങ്ങളുടെ പട്ടിക തന്നെ പ്രധാനമന്ത്രി നിരത്തി. 3ാം തവണയും നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. എങ്കിലും ഒരു ചുക്കും ഇതുവരെയും നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെല്ലാം കൂട്ട അവധിയിലാണ് ഇപ്പോൾ. ലാവലിൻ സുപ്രീം കോടതി ഉള്ള കാലം വരെ മാറ്റിവെക്കുമെന്നും ജനങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി കേരളം മറ്റു സംസ്ഥാനത്തേക്കാൾ മെച്ചമാണ്, എല്ലാറ്റിനും 1ാം സ്ഥാനത്താണ്, പോലീസ് സേന ഏറ്റവും മികച്ചതാണെന്ന് പറയുന്നു. പക്ഷേ ജനങ്ങൾ പറയുന്നത് കേരളത്തിൽ കുറേ കാലമായി നടന്നു വരുന്ന വിവാദങ്ങളും കോളിളക്കങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലെന്നും സമ്മതിക്കുന്നു. ഉണ്ണി പിറന്നാലും ഓണം വന്നാലും കുമ്പിളിൽ കണ്ണീര് തന്നെയെന്നും ജനങ്ങൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ കാണം വിറ്റ് തന്നെ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കേണ്ടി വരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അൻവർ MLA തൊടുത്തുവിട്ടത് ഫലം കണ്ടു തുടങ്ങി. പലതും സംഭവിക്കുമെന്നതിൻ്റെ സൂചനകൾ തുടങ്ങി. PV അൻവർ MLAയുടെ ആരോപണങ്ങളെ തുടർന്ന് SP സുജിത് ദാസിൻ്റെ സസ്പെൻഡ് ചെയ്തു. DGP ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം SP ആയിരുന്ന കാലത്തുണ്ടായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷമാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. DGP അന്വേഷിച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. PV അൻവറുമായി സുജിത് ദാസ് നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തു വന്നതോടെയാണ് വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പക്ഷേ DGP നേരിട്ട് സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ച് സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്ന കാലത്ത് സ്വീകരിച്ച നടപടികളുമാണ് പരിശോധിച്ചത്. ഇൻ്റലിജൻസ് മുഖേനയും ഇന്നത്തെ SP മുഖേനയും സുജിത് ദാസിൻ്റെ ഫയലുകൾ എടുപ്പിച്ച് മറ്റു സർക്കുലറുകളും ഉത്തരവുകളും സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വിവരങ്ങൾ പരിശോധിച്ച് യാത്രാ രേഖകളടക്കം പരിശോധിച്ചാണ് മുഖ്യമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചതെന്ന് അറിയുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്.
PV അൻവർ MLA വെളിപ്പെടുത്തലിന് ശേഷവും മുഖ്യമന്ത്രി സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ADGP P ശശി എന്നിവരുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടായില്ലായിരുന്നു. ഒരു മാസത്തെ സമയം ഉള്ളതിനാൽ ഒന്നും പറയാനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പരാതിക്കാരിക്കെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് പോകുമെന്ന് സുജിത് ദാസ് ഔദ്യോഗിക ജീവിതം കുടുംബവും ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയെന്ന് സുജിത് ദാസ് എല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞു. ഫോൺ സന്ദേശം വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായില്ല. CI വിനോദും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. നടി സുമലതയും ആരോപണവുമായി രംഗത്ത്. അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ സഹകരിക്കണം, ഇല്ലെങ്കിൽ പിന്തുടർന്ന് വേട്ടയാടും. മലയാള സിനിമയിൽ നിരവധി നടിമാർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പല സ്ത്രീകളും അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെയും WCCയെയും സുമലത അഭിനന്ദിച്ചു. സിനിമാ മേഖലയിലെ ഇത്തരം സംഭവങ്ങളും രഹസ്യങ്ങളും പരസ്യമായി തുറന്നു പറഞ്ഞതും ഇതെല്ലാം രഹസ്യമായിരുന്നതാണ്, അതെല്ലാം പുറത്തു വന്നുവെന്നും നടിയും മുൻ MP-യുമായ സുമലത പറഞ്ഞു. മുൻപ് കേട്ടിട്ടുള്ള പല കഥകളും പേടിപ്പെടുത്തുന്നതാണെന്നും ഇതിലെല്ലാം നടപടി വേണമെന്നും സുമലത ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം, ഭരണഘടനാ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുമെന്നും സുമലത പറഞ്ഞു. താൻ ജോലി ചെയ്തിരുന്ന കാലത്ത് മിക്ക സെറ്റുകളിലും കുടുംബം പോലെയായിരുന്നു കഴിഞ്ഞത്. എന്നാൽ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ പിന്തുടർന്ന് വേട്ടയാകുമെന്നും അവർ പറഞ്ഞു. ഹിന്ദുക്കളോടുള്ള ആക്രമണം മതത്തിൻ്റെ പേരിലല്ല, ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ആവില്ല. മുഹമ്മദ് യൂനിസ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന് പുറത്താക്കി നോബൽ സമ്മാനം ജേതാവ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് ദിവസങ്ങളായി നടന്നു വരുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യ അടക്കം ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്രയ്ക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനിസ് ഹിന്ദുക്കൾക്ക് എതിരായ ആക്രമണങ്ങളെല്ലാം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്, വർഗീയതയല്ല. ഇന്ത്യ ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെയാണ് രാജ്യത്ത് ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളുടെ വീടുകളും ബിസിനസ് അടക്കം തകർക്കുകയായിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ എപ്പോഴെല്ലാം സഹായിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം തിരിച്ചടി ലഭിച്ചിട്ടുണ്ടെന്ന് ചരിത്രങ്ങളുള്ളത്. ശ്രീലങ്കയെ സഹായിക്കാൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയച്ചതിൻ്റെ പ്രതികാരമായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.